നമസ്കാരം. നല്ല വൈബാണെന്ന്. ഇന്ന് ഒഴിവ് കിട്ടിയപ്പോൾ ഒരു ദിവസം ശനിയാഴ്ച എല്ലാം ഒരു ഫ്രീ ആയിട്ടൊന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ആലോചിച്ചപ്പോൾ തുഷാരഗിരിക്ക് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ തുഷാരഗിരിക്ക് വരുന്ന സമയത്താണ് ഈ വരുന്ന വഴിക്ക് ഒരു പുതിയ സ്റ്റാർട്ടപ്പ് നമ്മുടെ ഇതിൻ്റെ പേര് സഫ്വാൻ. എവിടെ സ്ഥലം? ഇത് സ്റ്റാർട്ടപ്പ് അല്ലേ? പുതിയ സ്റ്റാർട്ടപ്പ് അല്ലേ? സഫ്വാനും പിന്നെ മറ്റേ നൈസാം അല്ലേ? രണ്ടാളും തുടങ്ങി. നന്നായിട്ട് അല്ലോ. വന്നപ്പോൾ തന്നെ ഒരു അപ്പോൾ ഇത് കണ്ടപ്പോൾ ഇവിടെ കയറിയതാണ്. ഏതായാലും വളരെ സന്തോഷവും. രണ്ട് ചെറുപ്പക്കാർ തേടി തുടങ്ങിയ നല്ല സംരംഭമാണ്. ഈ മഴക്കാലത്ത് വല്ലാത്തൊരു വശ്യമായൊരു സൗന്ദര്യം. അതുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ കയറിയത്. വേറെ വഴിക്ക് പോവുകയാണ്. അപ്പോൾ ഉദ്ദേശിച്ച സ്ഥലത്ത് പോകുന്നതിന് പകരം തുഷാരഗിരി വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി പോകുന്നതാണ് നിർത്തിയിട്ട് ഇപ്പോൾ ചായ കുടിക്കാൻ ഈ മഴയത്ത് ഇതൊരു വല്ലാത്ത ആകർഷണീയത തോന്നിയപ്പോൾ ഇവിടെ നിർത്തിയാണ്. അതിൽ ചായ വരട്ടെ, നമുക്ക് ചായ കുടിച്ചിട്ട് നമുക്ക് ബാക്കി പറയാം. ഇന്നത്തെ പൊതുവേ ഇഷ്ടപ്പെട്ട വിഭവമാണ് ഈ കാടമുട്ട. കാടമുട്ടയാണ് ഇന്നത്തെ നമ്മൾ ഓർഡർ ചെയ്തത്. നോക്കട്ടെ. രുചികരമായിട്ട് നല്ല രുചിയുള്ള ഒന്നാം തരം കാടമുട്ട. അടിപൊളിയാണ്. നമ്മുടെ കാപ്പി വന്നു. ഒന്നിലും മധുരം ഉപയോഗിക്കാറില്ല. ഷുഗർ ഉണ്ടായിട്ടല്ല. അപ്പോൾ അത് അങ്ങനെ ഒരു തീരുമാനം, ഇനി മധുരം ഉപയോഗിക്കേണ്ട. അപ്പോൾ അതുകൊണ്ട് ഈ കാപ്പിയിലും മധുരമില്ല, ചായയിലും മധുരം ഉപയോഗിക്കാറില്ല. നല്ലതാണ്. നമ്മുടെ വല്ലാത്തൊരു വൈബാണിതാ ഈ വെള്ളച്ചാട്ടം. അതിൻ്റെ ഓരത്തിരുന്നു കൊണ്ട് കാപ്പി കുടിക്കുക. എപ്പോഴെങ്കിലാണ് ഇങ്ങനെ റിലാക്സ് ചെയ്തുകൊണ്ട് ചായ കുടിക്കാനും കാപ്പി കുടിക്കാനൊക്കെ സമയം കിട്ടുക. അപ്പോൾ ഇതൊരു എന്താ പറയുക, റിലാക്സിന് വേണ്ടിയുള്ള കാപ്പി കൂടിയാണ്. നല്ല രുചികരമായ കാപ്പിയും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇതിങ്ങനെ ഇത് മഴക്കാലത്ത് മാത്രമേ ഇത് ഉണ്ടാവുള്ളൂ. വേനലായാലും വെള്ളം ഉണ്ടാവില്ല. അല്ലെങ്കിൽ മഴക്കാലത്ത് ഈ മൺസൂൺ നല്ല മഴ പെയ്യുമ്പോൾ വളരെ രസകരമായ ഈ കാഴ്ച കണ്ട് പുറകിൽ ആ ശബ്ദം, കളകളാര ശബ്ദം കേട്ട് അങ്ങനെ കുടിക്കുക, കാപ്പി കുടിക്കുക. അതന്നെ ഏറ്റവും സൗന്ദര്യം. എന്നാ ശരി, ആയിക്കോട്ടെ. ഇപ്പം മുഖം ക്ലിയറായി. ഇപ്പം ക്ലിയറായി. ഫോൻ്റെ മുഖം ക്ലിയറായി. ഉഷാറാക്കി. അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഉഷാറാട്ടെ. വേനലിൽ ഇതുപോലെ ആളും കൂടെ വന്ന് കിട്ടിയും വേണം. വരി ചാടിക്കട്ടെ. അതാ